പുലർച്ചെയാണ് ഉരുൾപൊട്ടലുണ്ടാകുന്നത്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം തന്നെ ഞങ്ങൾ എന്താക്കി, ഞങ്ങളെ വീട്ടിലേക്ക് എൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് പോയിക്കണ്. എൻ്റെ മോള് ഗർഭിണിയാണെന്നുള്ള ഇതിലാണ് ഞങ്ങൾ മാറിയത്. ഞങ്ങളുടെ മോളാണ് ഏറ്റവും നല്ല, ഞങ്ങൾ ഇത്രയും കുടുംബത്തിലെ എല്ലാവരെയും രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മോളാണ്. കാരണം പറഞ്ഞാൽ ഞങ്ങൾ 7-ാം മാസത്തിൽ ഞങ്ങൾ കൊടുന്നിട്ടുള്ളൂ, ഒരു 2 ആഴ്ചയായിട്ട് ആയിട്ടുള്ളൂ. പക്ഷെ അത് ഇവിടെ വീട്ടിലായപ്പോൾ ഞങ്ങളുടെ വീടാണ് ഏറ്റവും ഫസ്റ്റ് പോണത്. കാരണം പറഞ്ഞാൽ ഞങ്ങളെ അവിടെയാണ് 2 പുഴ, അവിടുന്ന് രണ്ടും ഇത് സമ്മർദ്ദത്തിലായിട്ടാണ് മേലെ കയറി, മേലെ നിന്ന് ഇങ്ങനെ മൊത്തം താഴ്ക്കൊണ്ടതാണ് മൊത്തം. പക്ഷെ നല്ല അത്യാവശ്യം പുഴയും ഞങ്ങളെ വീടുമായിട്ട് പറഞ്ഞാൽ 25 അടിൻ്റെ മേലുണ്ട്. പക്ഷെ എൻ്റെ ഫ്രണ്ടിലുള്ള അയൽവാസി എൻ്റെ മൊത്തം ഇവരൊക്കെ പിന്നെ അതിനും കൂടുതലായിട്ടുള്ള സ്ഥലത്താണ്. പക്ഷെ അവർ എല്ലാവരും പോയി, കുത്തല്ല. അപ്പം ഞങ്ങളും എൻ്റെ ഇപ്പം വേറൊരു കൂട്ടുകാരൻ അപ്പുറത്തുള്ള ഒരു അയൽവാസി മാത്രമേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ ബാക്കിയുള്ളതൊക്കെ ചുറ്റുവട്ടത്തൊക്കെ ആ പരിസരത്ത് 5 സെന്റ് 10 സെന്റ് ഉള്ളവരുള്ളൂ. പരിസരത്ത് ഒരുപാട് ആൾ പോയി കഴിയുന്നു. ദിവസം കാണുന്നവരെന്നല്ല, എന്താ പറയാ, ഇതൊക്കെ ഞങ്ങൾ വേണ്ടപ്പെട്ട അങ്ങനെയാണ്. ഒരു കുടുംബം ആയിട്ടാണ് ഞങ്ങൾ അവിടെ കഴിയുന്നത്. ഞങ്ങളെല്ലാവരും എൻ്റെ തൊട്ടടുത്താണ് മറ്റേ ദാസണ്ണനും പിന്നെ അയ്യൂബ്, അങ്ങനെ കുട്ടൻ, പിന്നെ അങ്ങനെ പലരും ഉണ്ട്. പക്ഷെ ഒക്കെ എന്ത് സംഭവിച്ചിട്ടില്ല. നേരത്തെ എന്തെങ്കിലും ചെറിയ രീതിയിൽ ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാവാറുണ്ടോ ഈ മേഖലയിൽ? പക്ഷെ ഞാൻ ഇതിന്റെ മുന്നേ 18 ഒരു ഉരുൾപൊട്ടലുണ്ടായിരുന്നു. അന്ന് ഉരുൾപൊട്ടലിന് പിന്നെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് ലൈവായിട്ട് കണ്ടതാണ് പുഴയിൽ കൂടെ പോയ വെള്ളത്തിന്റെ അളവും ഇതൊക്കെ. പക്ഷെ അപ്പൊ ഇന്നലെ രാവിലെ എൻ്റെ ഫുള്ള് കൂട്ടുകാർ വന്നിട്ട് അവർ പറഞ്ഞ് പിന്നീട് അങ്ങനെ വെള്ളം കൂടുന്നുണ്ടല്ലോ, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പം അവരോട് ഞാൻ പറഞ്ഞു 18-ന് നമുക്ക് വെള്ളം വന്നത് ഇത്ര ഇതിലാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് അതൊക്കെ കാണിച്ചു കൊടുത്ത് ഞാൻ അതുപോലെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നലത്തെ ഫോട്ടോ എടുത്ത് വെച്ചതാണ്. പിന്നെ പുഴയിൽ പിന്നെ വെള്ളം കൂടിയത് എൻ്റെ പറമ്പിന്റെ അതിര് വരെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് സുഹൃത്തുക്കൾക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ സുഹൃത്തുക്കൾ അവരും പറഞ്ഞു, ആടാ ഇവിടെ ഒന്നും വെള്ളം കയറുന്നില്ല, എന്നാലും നിങ്ങൾ മാറിക്കോ എന്നൊക്കെ പറഞ്ഞ് അവർ മാറാൻ പറഞ്ഞ്. അതുകൊണ്ട് ഞാൻ മോളെയും ബാക്കി എൻ്റെ പെങ്ങന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു, അവരൊക്കെ ഞാൻ പിന്നെ മേലക്കാക്കി. പിന്നെ ഞാൻ വൈകുന്നേരം വരെ ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. വൈകുന്നേരം പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ട് ഞാൻ അന്ന് അവിടെ നിന്നു. അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും നല്ല താഴത്ത് കുറേ കുടുംബങ്ങൾ എന്നെ വീടാണ് സേഫ് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അവിടെ ഒന്നുമില്ല. കാരണം നമ്മൾ ആര് വന്ന് കണ്ടു കഴിഞ്ഞാൽ വെള്ളം കയറൂല എന്ന് പറഞ്ഞ സ്ഥലമാണ്. പക്ഷെ അവിടെ വെള്ളത്തിന് എത്തിപ്പെട്ടിട്ടുണ്ട്. എന്താണ് സംഭവം എന്നറിയില്ല. അത്രയും വലിയ ഇതായതുകൊണ്ടാണ് അവിടെ എത്തിയത്. അത്രയും ചുരുങ്ങിയത് പുഴയും ഞങ്ങളുമായിട്ട് ഒരു 10-35 മീറ്ററും ലെങ്ത് പറഞ്ഞാൽ അതിന് മാത്രം 100 മീറ്ററിന്റെ അടുത്തുണ്ട് ആ പുഴന്റെ അക്കരയിക്കരായിട്ട്. അപ്പൊ അത്രയും കനത്തിൽ വരണം, എന്നാലേ വെള്ളം പിന്നെ അവിടേക്കൊക്കെ എത്തുള്ളൂ.